ആരോരും തുണയില്ലാത്ത 65 വയസ്സുള്ള ഒരമ്മയെ സ്വന്തം അമ്മയെപ്പോലെ നോക്കുവാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. 5864379874. എടി വിദ്യേ, ഒന്നിങ്ങ് വന്നേടി. ദൈവമേ, അമ്മയെ വിൽക്കാൻ പരസ്യത്തിൽ അമ്മയും അച്ഛനും ഇല്ലാത്തവർക്ക് ആ വിഷമം അറിയും. എന്താ ചേട്ടാ? ഇതൊന്ന് വായിച്ചേ. എന്താ ചേട്ടാ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അമ്മയെ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞത് പരസ്യമാണ്. കാലം പോയൊരു പോക്കെ. ഈ നമ്പറിൽ വിളിച്ച് തെറി പറഞ്ഞാൽ നമുക്ക് ഈ നമ്പറിലോട്ട് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കിയാലോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് രണ്ടുപേർക്കും അമ്മയും ഇല്ല അച്ഛനും ഇല്ല. നമുക്ക് അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? സീരിയസ് ആയിട്ടാണ് ഈ പറയുന്നത്? പിന്നെ ഈ കാര്യത്തിൽ ആരും തമാശയാണ്. ചേട്ടനും എനിക്കും അമ്മയും അച്ഛനും ഉണ്ടായിരുന്നതിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടില്ല. നമുക്ക് അമ്മയെ കൊണ്ടുവരാൻ ചേട്ടൻ. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ നമ്മളെങ്ങനെ? എന്തായാലും ചേട്ടൻ ആ നമ്പറിലോട്ടൊന്ന് വിളിച്ചു നോക്കും. അപ്പൊ അറിയാലോ കാര്യം. എന്തായി ചേട്ടാ, കാര്യങ്ങളൊക്കെ തിരക്കിയോ? എന്താ അമ്മേ അച്ഛൻ ആരെയും വിളിച്ചേ? പറ ചേട്ടാ, അവരെന്താ പറഞ്ഞത്? ഒരു ലേഡിയാണ് ഫോൺ എടുത്തത്. അവിടെ ചെന്ന് സംസാരിക്കാൻ പറഞ്ഞു. എന്താ അച്ഛൻ എന്ത് തീരുമാനിക്കുന്ന കാര്യം പറയുന്നത്? എന്താ അമ്മേ? മോളും മോളും എപ്പോഴും പറയാറില്ലേ, നമുക്ക് നമ്മുടെ വീട്ടിലെ അമ്മൂമ്മയെ വർഷത്തിൽ വെച്ച് കൂടെ ഉണ്ടായിരുന്നു. ചിലപ്പോ നമുക്ക് ഒരു അമ്മൂമ്മയെ കിട്ടും. സത്യം? ഉറപ്പായിട്ടില്ല മോളെ, എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. എന്നാ പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ ചേട്ടാ? താമസിച്ചൊരു അമ്മയെ വേറെ ആരെങ്കിലും കൊണ്ടുപോയാലോ? എന്നാ പിന്നെ റെഡി പോവാം. ഹലോ എടാ, നീ ഇപ്പൊ എവിടെ ഉണ്ട്? ഞാൻ വീട് പണി നടക്കുന്നിടത്തുണ്ട്. ഞാനിപ്പോ അതുവഴി വരുന്നുണ്ട്. നീ ഒന്ന് ഇറങ്ങി നിൽക്കുക, നമുക്ക് ഒരിടം വരെ പോകണം. ഞാൻ പുറത്തിറങ്ങിക്കാം. ഉണ്ട്, ഞാൻ ഇവിടെ ഡ്രസ്സ് മാറി ഞാൻ ഇവിടെ നിന്നോളാം. വന്നാൽ മതി. ശരി. മക്കൾ ഈ വീട് പൊളിക്കുവാണല്ലേ ചേച്ചി? അവർക്ക് എന്തിനാ ഇപ്പൊ ഈ വീട്? പൊളിച്ചിനി വല്ല കൊട്ടാരം പണിയാനായിരിക്കും. ഞാനാ അവർക്കിപ്പോ ഒരു ബാധ്യത. ചേച്ചിയുടെ കാലശേഷം ഈ വീട് മോൻ എഴുതി കൊടുത്താൽ മതിയായിരുന്നു. അവനിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. സാരമില്ല, പോട്ടെ. അവനെങ്കിലും സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഇത് തന്നെയാണോ വീട്? ലൊക്കേഷൻ കറക്റ്റ് ആണ് ചേട്ടാ. ഇവിടെയാണ് കാണിക്കുന്നത്. ഒരു വണ്ടി വന്നല്ലോ. ആരാ? ഒരു പരസ്യം കണ്ടിരുന്നു അമ്മയെ ദത്തെടുക്കുന്നതിനെ കുറിച്ച്. ഇതാണ് ആ അമ്മ. നേരിട്ട് സംസാരിച്ചോളൂ. വാ മക്കളെ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. മോടെ പേരെന്താ? ലക്ഷ്മി. മോന്റെയാ? രഞ്ജൻ. എനിക്കും ഇതുപോലെ 2 പേരക്കുട്ടികൾ.
ഞങ്ങൾക്ക് ആരുമില്ല അമ്മേ. ഞാനും ചേട്ടനും അനാഥലത്തിനാണ് വളർന്നത്. ഒരു അച്ഛൻ്റെയും അമ്മയുടെ സ്നേഹവും പരിലാളനയും ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അമ്മയ്ക്ക് അവിടെ ഒരു കുറവും ഉണ്ടായില്ല. ഞങ്ങളെ വീട് സ്വന്തം വീടായി കണ്ടാൽ മതി. നമ്മളെ മക്കളായി എനിക്കെല്ലാവരും ഉണ്ട്, പക്ഷെ അവർക്കാർക്കും എന്നെ വേണ്ട. ഞാനിപ്പം അവർക്കൊക്കെ ഒരു ബാധ്യതയാണ്. അമ്മയ്ക്ക് പ്രയാസമില്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്നൂടെ? ഞങ്ങൾ നോക്കിക്കോളാം അമ്മയെ പൊന്നുപോലെ. പിന്നീട് ഞാൻ നിങ്ങൾക്കൊരു ബാധ്യതയായാലോ? ഒരിക്കലും ഇല്ലമ്മേ. ഒരു അമ്മയില്ലാത്തതിന്റെ വിഷമം ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അമ്മ എതിർപ്പൊന്നും പറയരുത്. അമ്മേ, ഇവരെ എനിക്ക് നല്ലതുപോലെ അറിയാം. അവിടെ ഒരു കുറവും അമ്മയ്ക്ക് വരില്ല. അമ്മ ഇനി ഒരു തടസ്സവും പറയണ്ട. മക്കൾ വേണമെങ്കിൽ ഇപ്പൊ തന്നെ വിളിച്ച് പറയാം. മക്കളോട് എന്ത് പറയാന്? അവർക്ക് സന്തോഷമുള്ള കാര്യമല്ലേ. ചേച്ചി ഇവരുടെ കൂടെ പൊയ്ക്കോ. ഇനിയുള്ള കാലം ഇവരുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കും. അവരമ്മയെ ഒഴിവാക്കാൻ കൊടുത്ത പരസ്യമായിരിക്കാം, പക്ഷെ ഞങ്ങൾക്കതൊരു അനുഗ്രഹമാണമ്മേ. അമ്മമ്മ ഞങ്ങളുടെ വരുമോ അമ്മമ്മേ? വരും അമ്മൂമ്മേ. എന്നാ ഞാനൊന്ന് റെഡിയായിട്ട് വരാം. ആരാ? നമസ്കാരം മാഡം, ഞാൻ ദീപം ഓൾഡ് ഏജ് ഹോമിൽ നിന്നാണ് വരുന്നത്. ഐ ആം മാനേജർ സുഭാഷ്. ഇതെൻ്റെ എക്സിക്യൂട്ടീവ് മാഡം ശ്രീ ദീപ. എന്താ കാര്യം? ഇത് സരസ്വാമിയുടെ അല്ലേ? ആരെ? അദ്ദേഹത്തിൻ്റെ മകൻ ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് വിളിച്ചായിരുന്നു. ഇനിയുള്ള കാലം അമ്മയെ നോക്കാമോ എന്ന് ഞങ്ങളടുത്ത് ചോദിച്ചായിരുന്നു. അമ്മയുടെ മകൻ ഇനി നാട്ടിലേക്ക് വരില്ലെന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു. 5 വർഷത്തേക്കുള്ള അവിടെ ജീവിത സൗകര്യത്തിനുള്ള എല്ലാ കേസും ഞങ്ങളുടെ ഓഫീസിൽ അടച്ചിട്ടുണ്ട്. അമ്മയുടെ സൗകര്യം എന്നു വെച്ചാൽ അന്ന് നമ്മളൊന്ന് കൂട്ടിക്കൊണ്ട് പോക്കോളാം. അയ്യോ, അതിനിപ്പോ അവരുടെ ബന്ധുക്കൾ വന്ന് അവരെ കൂട്ടിക്കൊണ്ട് പോയല്ലോ. ഇനിയുള്ള കാലം അവരുടെ കൂടെ ആയിരിക്കും ജീവിക്കുക. ഇവിടെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പേയ്മെന്റ് മുഴുവൻ അടച്ചു കഴിഞ്ഞു. മകൻ വിളിച്ച് ഞങ്ങൾ എന്താ പറയേണ്ടത്? ഓ അതോ, അതിപ്പോ മകൻ വിളിക്കുമ്പോ അമ്മ നിങ്ങളുടെ കൂടെയാണെന്ന് പറഞ്ഞാ പോരെ. ഇപ്പൊ ആരറിയാനാ? ഇപ്പോ പ്രശ്നമാവില്ലേ? ഇനി ഞങ്ങൾക്ക് ലക്ഷത്തിൻ്റെ വിഷയമില്ല. അവർ വിളിച്ചോ നമ്മളോട് തന്നെ ഉണ്ട്. ഇനി നാട്ടിൽ വരുന്നില്ല നമ്മളെ പറഞ്ഞിട്ടുള്ളത്. ഇനി സത്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്നാ പിന്നെ ഇങ്ങനെ ചെയ്യാൻ മേഡം. വേറെ വിഷയമൊന്നുമില്ലല്ലോ? ഒരു പ്രശ്നമില്ല.
ഇതല്ലാതെ മറ്റൊരു കോമഡിയും ഞാൻ കാണുന്നില്ല ചേച്ചി. ഇതിപ്പോ ഞാൻ മാക്സിമം ഷെയർ ചെയ്യും, ആരെങ്കിലും വിളിക്കാതിരിക്കില്ല. അങ്ങനെ ആകുമ്പോൾ ചേച്ചിക്ക് നല്ലൊരു കുടുംബത്തെയും കിട്ടും, സ്നേഹിക്കാൻ നല്ല മക്കളെയും കിട്ടും. ഇതല്ലാതെ വേറെ ഒരു വഴി ഞാൻ കാണുന്നില്ല.